Good morning, everyone. Welcome to welcome to day 17. അപ്പോൾ മുടിയൊക്കെ റെഡിയാക്കട്ടെ. അപ്പം നമ്മൾ ഡേ 17 എത്തിയിരിക്കുകയാണ്. ഇനി ആ കൂടെ 13 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് എണീറ്റേ ഉള്ളൂ. ഇപ്പോൾ 8:45 കഴിഞ്ഞു. അപ്പോൾ എണീറ്റേ ഉള്ളൂ. ഉറക്കത്തില പകുതി, പക്ഷെ പകുതിയല്ല, മുക്കാൽ ഉറക്കം കഴിഞ്ഞു. കാൽ ഭാഗം ഉറക്കത്തിലാണ്. ഓക്കെ ആയിട്ട് എണീറ്റു. അപ്പോൾ എന്തായാലും ഞാൻ ബ്രഷൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ബ്രഷൊക്കെ ഇപ്പോൾ ചെയ്യണം. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇന്ന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ വീട്ടിലിങ്ങനെ വന്ന് നല്ല ഉറക്കമായിരുന്നു. തിരിച്ചതിൻ്റെ ബെഡിൽ വന്ന് നടന്ന ഒറ്റ ഉറക്കം, അടിപൊളി ഉറക്കമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് എൻ്റെ പരിപാടികളൊക്കെ ചെയ്യട്ടെ. ഞാൻ എൻ്റെ എന്താണ് ഞാൻ ബ്രഷ് ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ താഴെ നമ്മുടെ സ്ഥിരം തുടങ്ങുകയാണ്. വെള്ളം കുടി, ഫുഡ് കഴിപ്പ്, സ്നാക്ക്, ഇതൊക്കെ തന്നെ കഴിക്കണം. അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കട്ടെ. നമ്മളിപ്പോൾ ഈ വീക്കിൽ വെയിറ്റ് നോക്കിയിട്ടില്ല. കാരണം നമ്മൾ പുറത്തായത് കാരണം നമുക്ക് വെയിറ്റ് നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്ന് ഒരു ദിവസം ലേറ്റ് ആയിട്ടോ വെയിറ്റ് നോക്കാൻ. പക്ഷെ സാരം നമുക്കിപ്പോൾ വെയിറ്റ് നോക്കാം. അപ്പോൾ ഞാൻ നോക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നിന്നിരുന്നത് 71.90 അതിൻ്റെ അകത്ത് മാറ്റം വന്നിട്ടുണ്ടോ, എത്രയാണ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ 1 കിലോ പിന്നെയും കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 71.9 ആയിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ 70.95 ആയി. 1 കിലോ പിന്നെയും കുറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 2 ആഴ്ച ആയല്ലോ. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും 1.5 കിലോ പ്ലസ് 2.5 കിലോ കുറഞ്ഞു നമ്മൾ ഓൾറെഡി. എനിക്ക് വയ്യ ഗൈസ്. നിങ്ങളതൊക്കെ കാണുന്നുണ്ടോ? നിങ്ങളതൊക്കെ കാണണം. അയ്യോ, അപ്പം എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇന്ന് എത്തുന്ന രാവിലെ ദിവസം ഇത് കണ്ടോടെ എനിക്ക് സന്തോഷമായി. എനിക്ക് വേറൊന്നും വേണ്ട. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പേ ഓഫ് ചെയ്യുന്നത് കാണുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം ഉണ്ടാവണം. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് ഒരു സന്തോഷം, ഒരു കുളിർമയൊക്കെ, ഒരു ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ആണ് സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ പോയിച്ചിനി വെള്ളം കുടിക്കട്ടെ. എല്ലാ പരിപാടി ചെയ്യട്ടെ. അത് ഞാൻ ചെയ്തത്, പക്ഷെ അത് ഞാൻ ചെയ്യട്ടെ, ഞാനത് എടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഈ സംഭവം കുറച്ച് 2-3 ദിവസമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്. വെള്ളം നിങ്ങൾ മിസ് ചെയ്തെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ പിന്നെ വന്നിരിക്കുന്നു. ചിയേഴ്സ്. അപ്പോൾ ഈ വെള്ളം കുടിക്കട്ടെ. പിന്നെ ഉണ്ടല്ലോ, ഇത് കണ്ടോ നിങ്ങളൊരു കുരു വന്നിട്ടുണ്ട് ഒരു ചെറുതായിട്ട്. ഇത് എവിടെ നിന്ന് പൊങ്ങി വന്നു എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ 2 കുരു വന്നിട്ടുണ്ട്. കോപ്പ എല്ലായിടത്തും കാണാൻ പറ്റും. എവിടെ നിന്ന് നോക്കിയാലും ഇത് കാണാൻ പറ്റും. സാരമല്ല, ഒരു കുരുവല്ല, അതൊക്കെ വരും പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വെള്ളം കുടിക്കട്ടെ. എന്നിട്ട് ഇന്നത്തെ ഫുഡ് മീൻകറി ചപ്പാത്തി ആയിരിക്കും. മീൻകറി ചപ്പാത്തി തന്നെ. അമ്മച്ചി അതും പോയി കഴിക്കണം. അപ്പോഴത്തേക്കും ഞാൻ ഇത് കഴിഞ്ഞിട്ട് അത് കാണിക്കുന്ന സമയത്തിന് കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. 2-3 ദിവസമായിട്ട് വൂഫിനെ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാനുള്ളൂ. എൻ്റെ വീഡിയോസിലൊന്നും വൂഫിനെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ വൂഫിനെ കാണാൻ പോവാണ്. അവൻ ഓൾറെഡി ഇവിടെ എന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പോൾ അവനെ പോയി കാണാം. ഹലോ കുഞ്ഞി. എടാ നിന്നെ ഉണ്ടല്ലോ പുറത്തിറക്കാൻ പറ്റില്ല. മഴ പെയ്തു, നീ ഫുൾ അലമ്പാക്കും. അതുകൊണ്ട് നിന്നെ പുറത്തിറക്കാൻ പറ്റില്ല കേട്ടോ. ചെളിയാക്കി മൊത്തം വരും. കുഞ്ഞി. ആരിത്? നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നോക്കിയത് ആരാ? നോക്കിയേ, പൂച്ച. മൈൻഡാക്കത്തില്ല, ഭയങ്കര ചാടയാ. നോക്ക്, ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങോട്ട് നോക്കടാ. നിനക്ക് തല്ലാൻ തോന്നുന്നു. തല്ലടാ. പോട്ടെ, മൈൻഡാക്കുന്നില്ല. അപ്പം നമ്മൾ ഊഫിനെ പോയി കണ്ടു. ഊഫിൻ്റെ അടുത്ത് കുറച്ചേരൊക്കെ ഇരുന്നു. ഒന്ന് കൊഞ്ചിച്ച് കുഞ്ഞേന്നൊക്കെ വിളിച്ചാൽ ഞാൻ സന്തോഷം. അപ്പം അങ്ങനെ കുറച്ച് കുഞ്ഞേന്നൊക്കെ വിളിച്ചു. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് തിരിച്ച് പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. കണ്ടോ, അച്ഛൻ കറിക്കാൻ തുടങ്ങി. അച്ഛൻ ഞാനില്ലാണ്ട് പറ്റില്ല. അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോഴത്തേക്കും അതൊക്കെ ഞാൻ ചെയ്യട്ടെ. അതൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടേ, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പിന്നെ നിങ്ങൾ പാർവതിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഇന്ന് പാർവതിനെ കാണും. അപ്പോഴത്തേക്ക് ഞാൻ അവളെ കാണിച്ചു തരാം.
എല്ലാവരും ചോദിച്ചായിരുന്നു പാർവതി എവിടെ നമ്മൾ പാർവതിനെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പം ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ വെറുതെ ഇരിക്കാൻ തന്നെ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ സ്നാക്കിൻ്റെ സമയമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാണ് കഴിക്കുന്നത്. കുറച്ച് ഡേറ്റ്സും പിസ്തയും ആൽമണ്ടും റേസിൻസും. നീ കഴിക്കില്ലേ? യാ, അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് പോയി കഴിക്കട്ടെ. ആസ് യൂഷ്വൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളും ഞാനും കൂടെ ആണല്ലോ. ഇതെൻ്റെ നടപ്പ്, അങ്ങോട്ട് നടക്കുന്നു. വേറെ പണിയൊന്നുമില്ല, ഇടയ്ക്ക് ഡാൻസ് വീഡിയോ എടുക്കുന്നത് ഇതെൻ്റെ പണി. അപ്പോഴത്തേക്കും പോയിട്ട് ഇത് കഴിക്കട്ടെ. ഓക്കെ, ആയത് കാരണം ഞങ്ങൾ രണ്ടും കൂടെ തിന്നാൻ പോവുകയാണ്. ആസ് യൂഷ്വൽ അമ്മയുടെ നിന്നൊക്കെ നല്ല തെറിയേക്കും, പക്ഷെ എന്നാലും നമ്മളോർത്ത് തിന്നാൻ പോകാം അല്ലേ. അപ്പോഴത്തേക്കും എവിടെയാണ് പോകുന്നത്? ബൺ ക്ലബ്ബിലാണ് പോകുന്നത്. ബൺ ക്ലബ്ബിലാണ് പോകുന്നത്. മാഡത്തിൻ്റെ ഒരു സാധനം കഴിക്കണം, ഞാൻ സ്റ്റേക്ക് കഴിക്കാൻ കഴിക്കുന്നുണ്ട്. മാഡം എന്താ കഴിക്കുന്നത്? ആൻറ്റി കാണുന്നത് ഇന്ന് രാവിലെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബർഗർ പോയി കഴിക്കാം. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നതിന് ശേഷമുള്ള സാധനങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ബൺ ക്ലബ്ബിലാണ് വന്നത്. ബൺ ക്ലബ്ബിൽ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ലാവ ബണ്ണ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കോഴിക്കോടുള്ളവർക്ക് ബൺ ക്ലബ്ബിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഭയങ്കര ഫേമസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാനെടുത്ത് കഴിച്ചു കേട്ടോ. ബിക്കോസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ എൻ്റെ കൂടെയുള്ള മാഡം കോഫിയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം അവൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റേക്ക് ഓർഡർ ചെയ്തത്. സ്റ്റേക്കിൻ്റെ അത് ഗ്രിൽഡ് ആയിരിക്കുമല്ലോ. അപ്പോഴത്തേക്കും ചിക്കൻ സ്റ്റേക്ക് ഓർഡർ ചെയ്ത്. ആൻഡ് ഇവളൊരു എന്തോ റോള്, പൊറോട്ട സംതിങ് റോളാണ്, പൊറോട്ട ബീഫ് റോൾ എന്താണോ ഓർഡർ ചെയ്തേക്കുന്നത്. ആ ഫുഡൊക്കെ വരട്ടെ. എങ്ങനെയുണ്ട്? ഷുഗർ ബർഗർ എന്ന് പറഞ്ഞ് വന്നിട്ട്, അതെ ബർഗർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ മാറി. ഷുഗറോട് ഷുഗർ തന്നെ. ഫിറ്റ്നസ് ചാലഞ്ച് തുടങ്ങാൻ പോകുന്ന ആളാ. നാളെ തുടങ്ങുന്ന പറഞ്ഞാൽ ഇന്ന് തീറ്റയാ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് രണ്ടാമത്തെ ലിറ്റർ നിറച്ചു. അപ്പോഴത്തേക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ ഈ പുറത്തു പോയി കഴിച്ച സ്റ്റേക്ക് അതിനകത്ത് കുറേ സോസൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഇത് ഹെൽത്തി ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഡയറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന സാധനം പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തു പോയി കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. എന്താ ഇവിടെ സ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും രണ്ടും ഗ്രിൽഡ് ആയിരിക്കും. ഒരിക്കലും എണ്ണയിലിട്ട് പൊരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തതല്ല ഉണ്ടാവുക. നമുക്ക് അങ്ങനത്തെ സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കാണും, അതുപോലെ മാഷ്ഡ് പൊട്ടറ്റോസ് കാണും, പിന്നെ ഗാർലിക് ബ്രെഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രെഡ് ബണ്ണുണ്ടാവും. അപ്പം ആ സോസ് നമ്മൾ അധികം കൂട്ടേണ്ടതാണ്. ഇപ്പം ഞാൻ ആ സോസ് നിങ്ങളെ കാണിച്ചിട്ട് ആ സോസ് ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. ഞാൻ ആ കപ്പിലൊരു സോസ് തന്നില്ല, തൊട്ടിട്ടേ ഇല്ല. അല്ലാണ്ട് നമ്മൾ ചിക്കൻ കഴിക്കുക, വെജിറ്റബിൾസ് നല്ലതാണ്, ബ്രൊക്കോളിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബണ്ണും കുറച്ച് കഴിക്കുക, ബണ്ണാണല്ലോ കുറച്ച് കഴിക്കുക, ഓവർ കഴിക്കണ്ട. ആൻഡ് ബാക്കി മാഷ്ഡ് പൊട്ടറ്റോ ആണെങ്കിലും കുറച്ച് കഴിച്ചാൽ മതി. വെജിറ്റബിൾസ് ഒക്കെ ഫുൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറയണത് അത് ജങ്ക് അല്ല വരുന്നത്, അത് ഹെൽത്തി സൈഡിലേക്കാണ് വരുന്നത്. നമ്മൾ ഓവറായിട്ട് എന്ത് കഴിച്ചാലും അത് ജങ്ക് ആയിട്ട് മാറും. അതുകൊണ്ട് എല്ലാം ഒരു മോഡറേറ്റ് ആയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ലഞ്ച് ഇതായിരുന്നു. ഇപ്പോൾ വെള്ളം കുടിക്കണം, പിന്നെ ഇന്ന് സ്വിമ്മിങ്ങിന് പോകണമെന്നുണ്ട്. അപ്പോൾ സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടി ചിലപ്പോൾ മിക്കവാറും പാർവതിയും വരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ രണ്ടിനും കൂടെ സ്വിമ്മിങ്ങിന് പോകുന്നത് റെഡിയാക്കണം. സ്വിമ്മിങ്ങിന് ആകുമ്പോൾ എന്ത് തോന്നണോ? ഒന്നും തോന്നണില്ല. മാഡം ഒരിക്കലും സ്വിമ്മിങ്ങിന് വരിക. ചാടം തൊട്ടോ നിന്റെ ഇവളൊരു സ്ഥലത്ത് കുനിഞ്ഞടിച്ച് വീണിട്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക. അതുകൊണ്ട് ഇവള് നീന്തുന്നില്ല. ഇവള് ജസ്റ്റ് ചുമ്മാ വെള്ളത്തിൽ ഇങ്ങനെ വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ വാട്ടർ തെറാപ്പി ഉള്ളൂ. ഓക്കെ, എന്തായാലും അറിയാം. ഈ ചിരി വരുന്നവിടെ കണ്ടിട്ട് അപ്പം അതിട്ടിട്ട് കാണുന്നില്ല, എന്നിട്ട് ഇറങ്ങിയാൽ മതി നീ. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ട് കേട്ടോ. നമ്മളിങ്ങനെ അത് നടന്നു പോകണേ. ഇവിടെ ആത്മാർത്ഥ പറയണം. പക്ഷേ അപ്പം ഞങ്ങൾ 2 പേരും സ്വിമ്മിങ് കഴിഞ്ഞു. പുറത്ത് നല്ല മഴയാണ്.
അപ്പോൾ ഞങ്ങൾ വേഗം പോവുക വീട്ടിലേക്ക്. പിന്നെ എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ഉറപ്പായിട്ടില്ല. എന്തായാലും ഇന്ന് എങ്ങനെ സിമ്മിന് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ശരി ഇവിടെ എന്നെ പഠിപ്പിച്ചു തന്നത്. സോ ഇവളുടെ എന്തായാലും പോട്ടെ. ബൈ. എനിക്കറിയില്ല ഗൈസ്, ഇത് ഇവക്കൊന്ന് കോഫി ഉണ്ടാക്കി തരണം പോലും. കോഫി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോഫി ഉണ്ടാക്കിയതാണ്. ഞങ്ങളല്ല, ഇവളാണ് കോഫി ഉണ്ടാക്കിയത്. ഇത് കുടിച്ചു നോക്കട്ടെ. ഇപ്പൊ കോഫി ഉണ്ടാക്കി കുടിക്കാനായിട്ടില്ല, ഇനി ബിസ്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞങ്ങൾ മിക്സ് ചെയ്തോ. ഞങ്ങൾ എന്നിട്ട് പിന്നെ നഗറ്റ്സ് എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എണ്ണയിൽ പൊരിച്ചിട്ടല്ലേ എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വി ആർ വെരി ഹെൽത്തി. യുനോ പറ, നീ പറ, നീ സ്റ്റാർട്ട് ചെയ്യാന്ന് പറ. ഞാൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. വല്ലതും നടക്കുമോ? ചെയ്യുമോ? ഇവള് ചെയ്യുന്നതാണ് ഇവള് പറയണത്. അപ്പൊ എന്തായാലും ഈ കോഫി ഒന്ന് കുടിച്ചു നോക്കണം. പിന്നെ ഈ നഗറ്റ്സും കൂടെ ഒന്ന് എയർ ഫ്രൈ ആയിട്ട് ഉണങ്ങി വരണം. രണ്ടിനും വേണ്ടി വെയിറ്റിംഗാ. നല്ലതാ ആക്ച്വലി. ഞാൻ കോഫി ഒന്നും ഉണ്ടാക്കുമ്പോൾ ഇത്ര നന്നായി വരാറില്ല. എൻ്റെ കോഫി കുറച്ച് ബോറാണ്. ഇവളുടെ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട്. സമ്മതിച്ചിരിക്കുന്നു. അമ്മ ബിസിയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളിത് കുടിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ, വൂഫിയാണെങ്കിൽ വൻ കുരയും. അപ്പോൾ ഇവനെ ഇങ്ങനെ ഇട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ വെറുതെ മഴ എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുകയാണ്. അപ്പം പ്രകൃതി രമണീയം ഊഷ്മളതയൊക്കെ കണ്ടുകൊണ്ട് അവിടേക്ക് നോക്കുന്നു. ഇവിടെ എൻ്റെ ഊഫിക്കുട്ടൻ ഇങ്ങനെ അവൻ്റെ ലീശ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ അകത്തുണ്ട്. അപ്പം ഒന്നുമില്ല, ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു, അത് കഴിച്ചു. ഇനി എന്താ ഉള്ളത്? ഇനി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഇനി ഒന്നും കഴിക്കാനില്ല. ഇനി വെള്ളം ബാക്കി 3 ലിറ്റർ കൂടി ചേർക്കാണ്ട്, അത് കൂടി ചേർക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഊഫിക്കുട്ടൻ്റെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കയറി പോകും. ഡായ് അയ്യോ ഓഫേ, ഞാൻ ഒരു പല്ലി പോലെ ഇല്ലേ കാണേ. ഓ അതെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 17 ആയിരുന്നു എന്ന് തോന്നുന്നു. ഡേ 17 കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഓർഡറായിട്ട് തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ടിക്കിങ് സെഷൻ. അപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ടിക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഡേ 17 ഓൾസോ ഡണ്ണായി. നമ്മളങ്ങനെ നമ്മുടെ എന്താ പറയുക, എൻഡിലേക്ക് എത്തിയിട്ടില്ല ഫുള്ളി, എന്നാലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ മഴ പെയ്തിട്ടാണേലും ഭയങ്കര ചൂടാട്ടോ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. കണ്ടോ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇരുന്ന് പുഴുങ്ങാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ കടന്നുറങ്ങും. ഇന്ന് നമ്മുടെ പാർവതി മാഡം ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടിനും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം എന്നോർത്തു. അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടിക്കട്ടെ. അപ്പം നമ്മുടെ ഡേ 17 ഡൺ. നാളെ ഞാൻ പിന്നെ വരുന്നതായിരിക്കും. നീഹ മാത്യു സൈനിങ് ഓഫ്. പക്ഷേ ഞാൻ പിന്നെ നാളെ വരും. നാളെ ഡേ 18 ആയിട്ട് നമ്മൾ പിന്നെ വരും. ബിക്കോസ് ഡേ 18 തൊട്ട് ഡേ 30 വരെ നമുക്കിനിയും ബാക്കിയുണ്ടല്ലോ. 13 ദിവസം നമുക്കിനിയും ബാക്കിയുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ഇതുവരെ വി കെയിം ദിസ് ഫാർ, സോ വി ഹാവ് ടു കംപ്ലീറ്റ് ദ ചാലഞ്ച്. കുറച്ച് ഇംഗ്ലീഷൊക്കെ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് എന്തായാലും ഗുഡ് നൈറ്റ്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഉറക്കം വരുന്നുണ്ട്. എന്നാൽ ഭയങ്കര ടയർഡായി ഇന്നത്തെ. ആസ് യൂഷ്വൽ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ടയർഡായി. അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങാൻ പോട്ടെ. ബൈ.